UP സ്കൂൾ ടീച്ചേഴ്സ് സിലബസിൽ നിന്നും ദേശീയ സമരങ്ങൾ എന്ന ഭാഗത്ത് നിന്നും ഇലക്ട്രിസിറ്റി സമരം, കൊച്ചി രാജ്യപ്രജാ മണ്ഡലം, ഈ രണ്ട് ടോപ്പിക്കുകളാണ് ഇന്നത്തെ ഓഡിയോയിൽ നമ്മൾ പറയുന്നത്. ആദ്യമായി ഇലക്ട്രിസിറ്റി സമരം. ദിവാനായ ഷൺമുഖം ചെട്ടി വൈദ്യുതി വിതരണം സ്വകാര്യ കമ്പനിയെ ഏൽപ്പിച്ചതിനെതിരെ നടന്ന സമരമാണ് ഇലക്ട്രിസിറ്റി സമരം. ഇലക്ട്രിസിറ്റി സമരം നടന്നത് 1936 കൊച്ചിയിൽ ഉത്തരവാദ ഭരണത്തിനായുള്ള പ്രക്ഷോഭങ്ങൾ ആരംഭിക്കാൻ ഇടയായ സംഭവമാണ് ഇലക്ട്രിസിറ്റി സമരം. കേരളത്തിലെ ജനകീയ സമരങ്ങളിൽ ക്രിസ്ത്യാനികൾ പങ്കെടുക്കാൻ കാരണമായ സമരമാണ് ഇലക്ട്രിസിറ്റി സമരം. അപ്പോൾ എന്താണ് ഇലക്ട്രിസിറ്റി സമരം? ദിവാനായ ഷൺമുഖം ചെട്ടി വൈദ്യുതി വിതരണം സ്വകാര്യ കമ്പനിയെ ഏൽപ്പിച്ചതിനെതിരെ നടന്ന സമരമാണ് ഇലക്ട്രിസിറ്റി സമരം. ഇത് നടന്നത് 1936. അതുപോലെ തന്നെ കൊച്ചിയിൽ ഉത്തരവാദ ഭരണത്തിനായുള്ള പ്രക്ഷോഭങ്ങൾ ആരംഭിക്കാനിടയായ സംഭവമാണ് ഇലക്ട്രിസിറ്റി സമരം. അടുത്തത് കൊച്ചി രാജ്യപ്രജാ മണ്ഡലം. കൊച്ചി രാജ്യപ്രജാ മണ്ഡലം രൂപീകൃതമായത് 1941 ജനുവരി 26. ഇതിൻ്റെ ആദ്യ സമ്മേളനം നടന്നത് ഇരിങ്ങാലക്കുടയിലാണ്. കൊച്ചി രാജ്യപ്രജാ മണ്ഡലം രൂപീകൃതമായത് എന്നാണ് 1941 ജനുവരി 26. കൊച്ചി രാജ്യപ്രജാ മണ്ഡലത്തിൻ്റെ രൂപീകരണത്തിന് നേതൃത്വം കൊടുത്തത് VK കൃഷ്ണൻ എഴുത്തച്ഛനാണ്. ആദ്യ സെക്രട്ടറി VR കൃഷ്ണൻ എഴുത്തച്ഛനാണ്. ആദ്യ പ്രസിഡന്റ് S നീലകണ്ഠൻ അയ്യറാണ്. കൊച്ചി രാജ്യപ്രജാ മണ്ഡലത്തിൻ്റെ പത്രമാണ് ദീനബന്ധു. ദീനബന്ധു എന്ന പത്രം ആരംഭിച്ചത് VK കൃഷ്ണൻ എഴുത്തച്ഛനാണ്. കൊച്ചിയിലെ ആദ്യത്തെ ജനകീയ മന്ത്രിയാണ് അമ്പാട്ട് ശിവരാമ മേനോൻ. ജനാധിപത്യം പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടി കൊച്ചിയിലും തിരുവിതാംകൂറിലും നടന്ന പ്രക്ഷോഭങ്ങൾ അറിയപ്പെടുന്നത് ഉത്തരവാദ പ്രക്ഷോഭം. ഉത്തരവാദ പ്രക്ഷോഭം നടന്നത് 1938. നെയ്യാറ്റിൻകര വെടിവെപ്പ് ഇതുമായി ബന്ധപ്പെട്ടതാണ്. പ്രക്ഷോഭം നയിച്ച സംഘടനയാണ് തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ്. ഉത്തരവാദ പ്രക്ഷോഭത്തെ തുടർന്ന് തിരുവിതാംകൂറിൽ നിരോധിച്ച സംഘടനയാണ് തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ്. പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായി രാജധാനി മാർച്ച്, തമ്പാനൂർ ടു കവടിയാർ വരെ രാജധാനി മാർച്ച് നടത്തിയതാരാണ്? അത് അക്കാമ ചെറിയാനാണ്. കൊച്ചിയിൽ പ്രായപൂർത്തി വോട്ടവകാശത്തോടെയുള്ള ഉത്തരവാദ ഭരണത്തിന് വേണ്ടി രൂപം കൊണ്ട സംഘടനയാണ് കൊച്ചി രാജ്യപ്രജാ മണ്ഡലം. അപ്പോൾ എന്താണ് കൊച്ചി രാജ്യപ്രജാ മണ്ഡലം? കൊച്ചിയിൽ പ്രായപൂർത്തി വോട്ടവകാശത്തോടെയുള്ള ഉത്തരവാദ ഭരണത്തിനു വേണ്ടി രൂപം കൊണ്ട സംഘടന രൂപീകൃതമായത് 1941 ജനുവരി 26. രൂപീകരണത്തിന് നേതൃത്വം കൊടുത്തത് VK കൃഷ്ണൻ എഴുത്തച്ഛൻ. ജനാധിപത്യം പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടി കൊച്ചിയിലും തിരുവിതാംകൂറിലും നടന്ന പ്രക്ഷോഭങ്ങൾ അറിയപ്പെടുന്നത് ഉത്തരവാദ ഭരണ പ്രക്ഷോഭം എന്നാണ്. ഇനി ഉത്തരവാദ ഭരണ പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായി രാജധാനി മാർച്ച് നടത്തിയതാരാണ്? അത് അക്കാമ ചെറിയാനാണ്. രാജധാനി മാർച്ച് തമ്പാനൂർ മുതൽ കവടിയാർ വരെയാണ്. കൊച്ചി രാജ്യപ്രജാ മണ്ഡലത്തിൻ്റെ ഭരണഘടന നിലവിൽ വന്നത് 1941 ഫെബ്രുവരി 9. അപ്പോൾ കൊച്ചി രാജ്യപ്രജാ മണ്ഡലം രൂപീകൃതമായത് 1941 ജനുവരി 26. ഭരണഘടന നിലവിൽ വന്നത് 1941 ഫെബ്രുവരി 9. ലക്ഷ്യം പൂർത്തിയാക്കി പിരിച്ചുവിട്ട ആദ്യ സംഘടനയാണ് കൊച്ചി രാജ്യപ്രജാ മണ്ഡലം. അപ്പോൾ കൊച്ചി രാജ്യപ്രജാ മണ്ഡലം അതിൻ്റെ ലക്ഷ്യം പൂർത്തീകരിച്ചതോടുകൂടി ആ ഒരു സംഘടന പിരിച്ചുവിട്ടു. പിന്നീട് അത് 1948 INCയിൽ ലയിക്കുകയാണ് ചെയ്തത്. കൊച്ചി രാജ്യപ്രജാ മണ്ഡലത്തിൻ്റെ സ്ഥാപകൻ VR കൃഷ്ണൻ എഴുത്തച്ഛൻ, S നീലകണ്ഠ അയ്യർ എന്നിവരാണ്. കൊച്ചി രാജ്യപ്രജാ മണ്ഡലത്തിൻ്റെ പ്രധാന നേതാക്കളാണ് ഇക്കണ്ട വാര്യർ, K അയ്യപ്പൻ, പനമ്പള്ളി ഗോവിന്ദമേനോൻ എന്നിവർ.
കൊച്ചി രാജപ്രജാമണ്ഡലത്തെ നിരോധിക്കാൻ ഉത്തരവ് പുറപ്പെടുവിച്ച കൊച്ചിൻ ദിവാനാണ് AFW ഡിക്സൺ. കൊച്ചി രാജപ്രജാമണ്ഡലത്തിൻ്റെ ആദ്യ വാർഷിക സമ്മേളനം നടന്നത് 1942 ഇരിങ്ങാലക്കുടയിലാണ്. കൊച്ചി രാജപ്രജാമണ്ഡലത്തിൻ്റെ ആഭിമുഖ്യത്തിൽ കൊച്ചിയിൽ ഉത്തരവാദ ഭരണ ദിനമായി ആചരിച്ചത് 1946 ജൂലൈ 29. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കൊച്ചി രാജപ്രജാമണ്ഡലത്തിൻ്റെ ആഭിമുഖ്യത്തിൽ കൊച്ചിയിൽ ഉത്തരവാദ ഭരണ ദിനമായി ആചരിച്ചത് 1946 ജൂലൈ 29. കൊച്ചിയിൽ ഉത്തരവാദ ഭരണ സർക്കാർ രൂപം കൊണ്ട വർഷം 1947 ആഗസ്റ്റ് 14. ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. കൊച്ചിയിൽ ഉത്തരവാദ ഭരണ സർക്കാർ രൂപം കൊണ്ടതെന്നാണ് 1947 ആഗസ്റ്റ് 14. കൊച്ചി കേന്ദ്രീകരിച്ച് ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ സംഘടനയാണ് കൊച്ചി രാജപ്രജാമണ്ഡലം. കൊച്ചി രാജപ്രജാമണ്ഡലത്തിൻ്റെ അവസാന വാർഷിക സമ്മേളനം നടന്ന വർഷം 1948 തൃശ്ശൂർ വെച്ചായിരുന്നു സമ്മേളനം. ഇത് ഉദ്ഘാടനം ചെയ്തത് K. കാമരാജാണ്. അധ്യക്ഷൻ ഇക്കണ്ട വാര്യരാണ്. കൊച്ചിൻ കർഷക സഭ എന്ന പേരിൽ കർഷകരുടെ പുരോഗതിക്കായി പ്രവർത്തിക്കുന്ന സംഘടനയ്ക്ക് രൂപം കൊടുത്ത് ജന്മിത്ത വ്യവസ്ഥയ്ക്കെതിരെ പ്രവർത്തിച്ച സംഘടനയാണ് കൊച്ചി രാജപ്രജാമണ്ഡലം. ഇനി കൊച്ചിയിലെ ആദ്യ പ്രധാനമന്ത്രി പനമ്പിള്ളി ഗോവിന്ദമേനോനും കൊച്ചിയിലെ അവസാന പ്രധാനമന്ത്രി ഇക്കണ്ട വാര്യറുമാണ്. അപ്പോൾ ഇത്രയുമാണ് കൊച്ചി രാജപ്രജാമണ്ഡലത്തെക്കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ കൊച്ചിയിലെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞപ്പോൾ തിരുവിതാംകൂറിൽ രൂപീകൃതമായ അല്ലെങ്കിൽ തിരുവിതാംകൂറിനെ കുറിച്ചുകൂടി നമുക്കൊന്ന് പറയാം. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് രൂപീകൃതമായത് 1938. അപ്പോൾ കൊച്ചി രാജപ്രജാമണ്ഡലം രൂപീകൃതമാകുന്നതിന് മുമ്പ് രൂപം കൊണ്ടതാണ് തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ്. കൊച്ചി രാജപ്രജാമണ്ഡലം എന്താണ് രൂപം കൊണ്ടത്? 1941 ജനുവരി 26. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് രൂപീകൃതമാകുന്നത് 1938 ഫെബ്രുവരി 23. അതിൻ്റെ അധ്യക്ഷൻ പട്ടൻ താണുപിള്ള ആയിരുന്നു. പിന്നീട് ഭാരതം സ്വതന്ത്രമായപ്പോൾ തിരുവിതാംകൂറിലെ ആദ്യ പ്രധാനമന്ത്രി പട്ടൻ താണുപിള്ളയും അവസാന പ്രധാനമന്ത്രി പറവൂർ TK നാരായണപിള്ളയുമാണ്. അപ്പോൾ നമ്മൾ കൊച്ചിയിലെ ആദ്യ പ്രധാനമന്ത്രിയും അതേപോലെ തന്നെ അവസാന പ്രധാനമന്ത്രിയെയും കുറിച്ച് പറഞ്ഞു, തിരുവിതാംകൂറിലെയും പറഞ്ഞു. അപ്പോൾ അത് മറന്നു പോകാതിരിക്കാൻ തിരുവിതാംകൂറിൽ പട്ടം പറന്നു എന്നാലോചിക്കുക. അപ്പോൾ തിരുവിതാംകൂറിലെ ആദ്യ പ്രധാനമന്ത്രി പട്ടം താണുപിള്ളയും അവസാന പ്രധാനമന്ത്രി പറവൂർ TK നാരായണപിള്ളയും. പട്ടം താണുപിള്ള പറന്നു, പറവൂർ TK നാരായണപിള്ള. തിരുവിതാംകൂറിൽ പട്ടം പറന്നു. ആദ്യ പ്രധാനമന്ത്രി പട്ടം താണുപിള്ള, അവസാന പ്രധാനമന്ത്രി പറവൂർ TK നാരായണപിള്ള. ഇനി കൊച്ചിയിൽ എന്താണ്? കൊച്ചിയിലും അതുപോലൊരു കോഡ് ഉപയോഗിച്ച് നമുക്ക് ഓർത്തിരിക്കാം. കൊച്ചിയിലെ ആദ്യ പ്രധാനമന്ത്രി പനമ്പിള്ളി ഗോവിന്ദമേനോനും കൊച്ചിയിലെ അവസാന പ്രധാനമന്ത്രി ഇക്കണ്ട വാര്യറുമാണ്. അപ്പോൾ കൊച്ചിന് പനിക്കണ്ട എന്നാലോചിച്ചാൽ മതി. പനമ്പിള്ളി ഗോവിന്ദമേനോൻ, പനിക്കണ്ട ഇക്കണ്ട വാര്യർ. അപ്പോൾ കൊച്ചിയിലെ ആദ്യ പ്രധാനമന്ത്രി പനമ്പിള്ളി ഗോവിന്ദമേനോൻ, അവസാന പ്രധാനമന്ത്രി ഇക്കണ്ട വാര്യർ. അപ്പോൾ കൊച്ചിയെക്കുറിച്ചും പറഞ്ഞു, തിരുവിതാംകൂറിനെയും കുറിച്ച് പറഞ്ഞു. അടുത്തതാണ് തിരുകൊച്ചി സംയോജനം. ഐക്യകേരള പ്രമേയത്തെ തുടർന്ന് തിരുവിതാംകൂറിനെയും കൊച്ചിയെയും സംയോജിപ്പിച്ച് തിരുകൊച്ചി സംസ്ഥാനം രൂപീകൃതമായത് 1949 ജൂലൈ 1. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് രൂപീകൃതമായത് 1938. കൊച്ചി രാജപ്രജാമണ്ഡലം 1941. തിരുകൊച്ചി സംയോജനം എന്നാണ് 1949 ജൂലൈ 1 തിരുകൊച്ചി സംയോജനം നടന്നത്. ഇനി തിരുകൊച്ചി സംയോജനം നിലവിൽ വരുമ്പോൾ തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് പ്രസിഡന്റ് C. കേശവനാണ്. തിരുകൊച്ചിയിലെ ജില്ലകൾ ഏതൊക്കെയായിരുന്നു? അതായത് തിരുവിതാംകൂറും കൊച്ചിയും സംയോജിച്ച് തിരുകൊച്ചി രൂപീകൃതമാകുമ്പോൾ ഉണ്ടായ ജില്ലകളാണ് തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, തൃശ്ശൂർ. ഏതൊക്കെയാണ്? തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, തൃശ്ശൂർ. ഈ സമയത്ത് തിരുവിതാംകൂർ രാജാവ് ചിത്തിര തിരുനാളായിരുന്നു.
ആ സമയത്ത് കൊച്ചിയിലെ രാജാവ് പരീക്ഷിത്ത് തമ്പുരാനും. അപ്പോൾ തിരുകൊച്ചി സംയോജന സമയത്ത് തിരുവിതാംകൂർ രാജാവ് ചിത്തിര തിരുനാളും കൊച്ചി രാജാവ് പരീക്ഷിത്ത് തമ്പുരാനുമാണ്. ഇനി ഇപ്പോൾ നമ്മൾ കൊച്ചിയിലെ ആദ്യ പ്രധാനമന്ത്രി അവസാന പ്രധാനമന്ത്രി പറഞ്ഞു, തിരുവിതാംകൂറിലെയും ആദ്യ പ്രധാനമന്ത്രിയും അവസാന പ്രധാനമന്ത്രിയും പറഞ്ഞു. ഇനി തിരുകൊച്ചിയിലെ ആദ്യ പ്രധാനമന്ത്രി TK നാരായണപിള്ളയും തിരുകൊച്ചിയിലെ അവസാന പ്രധാനമന്ത്രിയല്ല, മുഖ്യമന്ത്രിയാണ്. തിരുകൊച്ചിയിലെ ആദ്യ മുഖ്യമന്ത്രി TK നാരായണപിള്ളയും തിരുകൊച്ചിയിലെ അവസാന മുഖ്യമന്ത്രി പനമ്പിള്ളി ഗോവിന്ദമേനുമാണ്. ഇനി തിരുകൊച്ചി സംയോജനത്തെ എതിർത്ത് കൊച്ചിയിൽ രൂപം കൊണ്ട സംഘടനയാണ് കൊച്ചിൻ പാർട്ടി. തിരുകൊച്ചി സംസ്ഥാനത്തെ മന്ത്രിസഭയിൽ അംഗമായ ആദ്യ വനിതയാണ് ആനി മസ്ക്രി. അത് മറന്നു പോകരുത്. തിരുകൊച്ചി സംസ്ഥാനത്തെ മന്ത്രിസഭയിൽ അംഗമായ ആദ്യ വനിതയാണ് ആനി മസ്ക്രി. 1948 ഭരണഘടനാ നിർമ്മാണ സഭ ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ പുനഃസംഘടിപ്പിക്കുന്നതിനെപ്പറ്റി ആലോചിക്കുന്നതിനായി SK ധർ കമ്മീഷൻ എന്ന് പറയുന്നത് ഭാഷാ പ്രവിശ്യ കമ്മീഷനാണ്. ഈ ധർ കമ്മീഷനെ നിയമിച്ചു. തിരുവിതാംകൂർ ധർ കമ്മീഷനെ നിസ്സഹകരിച്ചു. 1948 ജയ്പൂർ കോൺഗ്രസ് സമ്മേളനം ധർ കമ്മീഷന്റെ ശുപാർശകൾ പരിഗണിക്കുന്നതിനായി ജവഹർലാൽ നെഹ്റു, സർദാർ വല്ലഭായ് പട്ടേൽ, പട്ടാഭി സീതാരാമയ്യ എന്നിവരടങ്ങിയ ഒരു ഉന്നതതല സമിതി രൂപീകരിച്ചു. ആ കമ്മിറ്റി JVP കമ്മിറ്റി എന്നറിയപ്പെടുന്നു. ആ കമ്മിറ്റി സമർപ്പിച്ച റിപ്പോർട്ട് കേരള സംസ്ഥാന രൂപവൽക്കരണത്തെ തത്വത്തിൽ അംഗീകരിക്കാൻ മറ്റൊരു വഴിത്തിരിവായി. അപ്പോൾ ഇന്നത്തെ ഓഡിയോയിൽ നമ്മൾ 2 കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്ന് ഇലക്ട്രിസിറ്റി സമരവും പിന്നെ കൊച്ചി രാജപ്രജാമണ്ഡലത്തിൻ്റെ രൂപീകരണവും. ഇതോടൊപ്പം തന്നെ തിരുവിതാംകൂറിനെ കുറിച്ചും തിരുകൊച്ചി സംയോജനം നമ്മൾ പറഞ്ഞു പോയി. അപ്പോൾ കൊച്ചി രാജപ്രജാമണ്ഡലം രൂപീകൃതമാവുന്നത് 1941 തിരുവിതാംകൂർ ആണെന്നുണ്ടെങ്കിൽ തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് 1938 തിരുകൊച്ചി സംയോജനം വരുന്നത് 1949 പിന്നീടാണ് കേരളം എന്ന സംസ്ഥാന രൂപീകരണമൊക്കെ നടക്കുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് തിരുവിതാംകൂറിൽ നടന്ന സമരങ്ങളെക്കുറിച്ച്, കൊച്ചിയിൽ നടന്ന സമരങ്ങളെക്കുറിച്ചാണ്. 1-2 ക്ലാസ്സുകളായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ